പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനം, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസമാണ് ഇന്നത്തെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തു ചോദിച്ചാലും അല്ലാഹു നൽകും. വെള്ളിയാഴ്ച ദിനത്തിൽ ആ സമയം മറച്ചു വയ്ക്കപ്പെടാനുണ്ടായ കാരണം, വെള്ളിയാഴ്ച ദിനവും രാവുമൊക്കെ ഇബാദത്തുകളിലും ദിക്റുകളിലും തസ്ബീഹുകളിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലുമൊക്കെ സജീവമാകാൻ വേണ്ടിയാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കേണ്ടവയിൽപ്പെട്ടതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, സ്വതക്ക നിർവഹിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്നത് ദുനിയവിയും മുഖ്റവിയുമായ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം ലഭിക്കാൻ കാരണമാകും. നമ്മുടെ ഖബറിൽ അത് നൂറാണ്, സിറാത്തുൽ മുസ്തഖീമിൽ നൂറാണ്, സ്വർഗപ്രവേശം വരെ സാധ്യമാകാൻ കാരണമാകും. എല്ലാത്തിനും ഉപരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നാളെ ലഭിക്കാൻ അത് വലിയൊരു കാരണമാകുമെന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും വളരെ ലളിതമായ സ്വലാത്തായ സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൻ നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്നത് ചുരുങ്ങിയത് 10 തവണയും വർദ്ധിച്ചാൽ എത്രയും എണ്ണം എന്ന രൂപത്തിൽ നിങ്ങൾക്കൊക്കെ ചൊല്ലാൻ പറ്റുമെങ്കിൽ നമുക്കൊരുമിച്ച് ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിൻ്റെ ഒരു പവിത്രത കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കുടുംബജീവിതം തകരാറിലായവർ, ത്വലാഖിൻ്റെ വക്കിലെത്തിയ കുടുംബങ്ങൾ വരെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും നല്ല റാഹത്തുള്ള ഇസ്സത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.